പശ്ചിമേഷ്യ യുദ്ധകലുഷിതമാണ്. ഇതിനിടെ ഇറാൻ തെക്കൻ ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിനിടെ യുഎസിന്റെ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കരിങ്കടലിലെത്തി. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡ് സൂയസ് കനാൽ മാർഗമാണ് കരിങ്കടലിൽ എത്തിയത്. ഇറാനുമായി കരിങ്കടൽ നേരിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നില്ലെങ്കിലും ഏതൻ കടലിടുക്ക് വഴി ഇറാന് സമീപം എത്താൻ സാധിക്കും. വെനസ്വേലൻ നേതാവ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതുൾപ്പെടെയുള്ള ട്രംപിന്റെ നീക്കങ്ങളിൽ USS ജെറാൾഡ് ഫോർഡ് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. അതേസമയം മധ്യ ഇറാനിലെ നതാൻസ് നഗരത്തിൽ സ്ഫോടനമുണ്ടായതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം നതാൻസിലാണ്. 2025 12 ദിന യുദ്ധത്തിലും നിലവിൽ നടക്കുന്ന സംഘർഷത്തിനിടയിലും നതാൻസ് ആണവ കേന്ദ്രത്തിനു നേരെ US ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇറാൻ വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരുപാധികമായി കീഴടങ്ങാതെ ഇറാനുമായി ഒരു കരാറിനുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ട്രംപിന്റെ പരാമർശം. തങ്ങൾ സ്വീകാര്യനായ നേതാക്കളെ ഇറാൻ തെരഞ്ഞെടുക്കുകയും വേണം. USഉം ഞങ്ങളുടെ സഖ്യകക്ഷികളും ഇറാനെ തകർച്ചയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി വലുതാക്കാനും കരുത്താക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇറാന് മികച്ച ഒരു ഭാവിയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അന്തരിച്ച പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പിൻഗാമിയായി അംഗീകരിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഒരിക്കലും അംഗീകരിക്കില്ല. തനിക്ക് സ്വീകാര്യനായ ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമെന്ന് സൂചിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലുണ്ടായ സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമ്പോൾ തിരിച്ചടിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ അനുകൂല സേനകൾ. ഇറാനെ നശിപ്പിക്കാനല്ല, ലോകത്തെ മികച്ച രാജ്യമാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനവർ ആദ്യം തോൽവി സമ്മതിക്കണം എന്നതാണ് ട്രംപിന്റെ നിലപാട്. നേരത്തെ ഇറാന്റെ അധികാരം എത്രയും വേഗം കൈമാറണം എന്ന ആവശ്യവുമായി റസാ പഹ്ലവി രംഗത്ത് വന്നിരുന്നു. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുമെന്നും പിൻഗാമിയായി വരുന്ന ആർക്കും നിയമസാധുത ഉണ്ടായിരിക്കില്ലെന്ന് പഹ്ലവി എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു. ഖമേനിയുടെ മകൻ മുജ്തബയായാലും ഹസൻ ഖമേനി ആയാലും അവർക്ക് ജനപിന്തുണയുണ്ടാകില്ലെന്നും ഭരണകൂടത്തിന്റെ ക്രൂരതകളിൽ പങ്കാളികളായ ഇവർക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും പഹ്ലവി വ്യക്തമാക്കി. നിലവിലെ ഭരണകൂടം അധികാരം ഒഴിയണം. കൈകളിൽ രക്തക്കറ പുരളാത്ത നിലവിലെ ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരും ജനഹിതം മാനിച്ച് അടിയന്തരമായി അധികാരം കൈമാറണം. അക്രമരഹിതമായി അധികാരം ജനങ്ങൾക്ക് വിട്ടു നൽകി ലയൺ ആൻഡ് സൺ വിപ്ലവത്തിന് ശേഷം ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് പകരമായി ഇറാൻ പ്രോസ്പെരിറ്റി പ്രൊജക്ട് മുന്നോട്ട് വയ്ക്കുന്ന പരിവർത്തന സംവിധാനമാണ് ഏക പോംവഴി. ജനാധിപത്യപരമായ ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ ഈ സംവിധാനം രാജ്യത്തെ നയിക്കും.